ശ്രീമന്നാരായണീയം ദശകം 17 ധ്രുവചരിതം ശ്ലോകം 10. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. യക്ഷേണ ദേവനികതേ പുനരുത്തമേസ്മിൻ യക്ഷൈഃ സയുദ്ധനിരതോ വിരതോ മനുക്ത്യാ ശാന്ത്യാ പ്രസന്നഹൃദയാത് ധനദാതുഭേദാത് ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോത് മഹാത്മാ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, വളരെ കാലം രാജ്യം ഭരിച്ച് പിന്നീട് ഉത്തമ പദമായ ആ തിരിച്ചൊരു വരവില്ലാത്ത മടക്കമില്ലാത്ത ആ പദത്തിലേക്ക്, ആ ധ്രുവപദത്തിലേക്ക്, ഉറച്ച പദത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ് ഭഗവാൻ ധ്രുവനെ അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്നും മറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ധ്രുവൻ അവിടെ നിന്ന് നേരെ രാജധാനിയിലേക്ക് ചെന്നു. എല്ലാവർക്കും വളരെ സന്തോഷമായി. അച്ഛൻ്റെ വിഷമമെല്ലാം മാറി. പിന്നീട് അവിടെ വളർന്ന് അച്ഛൻ വനത്തിലേക്ക് പോയ സമയത്ത്, തപസ്സിനായിട്ട് പോയ സമയത്ത് ധ്രുവൻ രാജ്യഭരണം ഏറ്റെടുത്തു. രാജാവായിട്ട് വളരെ കാലം സുഖമായിട്ട് കഴിച്ചുകൂട്ടി. ഇനി ധ്രുവന്റെ ആ സഹോദരനോടുള്ള വാത്സല്യവും, സുരുചിയുടെ പുത്രനായ ഉത്തമനോടുള്ള ആ വാത്സല്യവും പരാക്രമവും ഭക്തിയുടെ ഉറപ്പും ഒക്കെ കാണിക്കുകയാണ് ഇതിൽ. ഹേ ദേവ, അല്ലയോ ഭഗവാനെ, പിന്നെയൊരിക്കൽ അസ്മിൻ ഉത്തമേ, ഈ ഉത്തമനെ, അതായത് സുരുചിയുടെ പുത്രനായ ഉത്തമനെ, ഇവിടെ ധ്രുവൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഈ ഉത്തമനെ യക്ഷേണ നിഹതേ, ഒരു യക്ഷൻ സംഹരിച്ചപ്പോൾ, ഉത്തമൻ ഒരിക്കലും നായാട്ടിന് പോയി കാട്ടിൽ വെച്ചൊരു യക്ഷനുമായിട്ട് ഏറ്റുമുട്ടി യക്ഷൻ ഉത്തമനെ കൊന്നു. ആ സമയത്ത് ആ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ആ ധ്രുവൻ യക്ഷൈ യുദ്ധനിരത, യക്ഷന്മാരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും സഹോദരനോട് വാത്സല്യമുള്ള, സ്നേഹമുള്ള ധ്രുവൻ യക്ഷന്മാരോട് യുദ്ധത്തിനായിട്ട് ഒരുങ്ങി. അങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെടുകയും മനുവിൻ്റെ വാക്ക് കേട്ടിട്ട്, കാരണമായിട്ട്, അതായത് പിതാമഹനായ സ്വയംഭുവ മനു വന്ന് ധ്രുവനെ തടഞ്ഞു. യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു. അങ്ങനെ തടഞ്ഞപ്പോൾ വിരമിക്കുകയും ചെയ്തു. യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു, യുദ്ധത്തിൽ നിന്ന് മാറുകയും ചെയ്തു, യുദ്ധം നിർത്തുകയും ചെയ്തു. ശാന്ത്യ പ്രസന്ന ഹൃദയാത്, ശാന്ത്യ അതായത് ശമഗുണം, ക്ഷമാശീലം, ധ്രുവന്റെ ആ ക്ഷമാശീലം അത് കണ്ടിട്ട് പ്രസന്ന ഹൃദയാത്, സന്തോഷമുള്ള ഹൃദയത്തോടു കൂടിയ ഉപേദാത് ധനധൻ എന്ന് പറഞ്ഞ വൈശ്രവണൻ, ആ വൈശ്രവണനിൽ നിന്ന് ഉപേദാത് എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തേക്ക് വന്ന, സന്തോഷമുള്ള ഹൃദയത്തോടു കൂടിയ. അപ്പൊ ധ്രുവന്റെ ആ ക്ഷമാശീലം കണ്ട് അത്യധികം സന്തോഷവാനായ യക്ഷന്മാരുടെ രാജാവായ വൈശ്രവണൻ വന്ന് മഹാത്മാ
മഹാത്മാവായ ധ്രുവൻ സുദൃഢാം നന്നായി ഉറപ്പുള്ള, ചാഞ്ചല്യം തീരെയില്ലാത്ത, ത്വത് ഭക്തിമേവ ഭവത് ഭക്തിയെ മാത്രം ആവൃണോത് വരമായിട്ട് ആവശ്യപ്പെട്ടു. യക്ഷന്മാരുടെ രാജാവായ വൈശ്രവണൻ വളരെയധികം സന്തുഷ്ടനായി ധ്രുവന്റെ ആ ക്ഷമ കണ്ട് വളരെയധികം സന്തോഷവാനായിട്ട് വന്ന് എന്തു വരം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോൾ ധ്രുവൻ ആവശ്യപ്പെട്ടത് ഒന്നേ ഉള്ളൂ, ഉറച്ച ഭഗവത് ഭക്തി മാത്രം മതി എന്നാണ് മഹാത്മാവായ ധ്രുവൻ പറഞ്ഞത്. വേറൊന്നും ധ്രുവന് ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പൊ ആ സഹോദരനോടുള്ള ആ ഒരു സ്നേഹവും ആ ക്ഷമാശീലവും ഭഗവത് ഭക്തി മാത്രം മതി എന്ന് പറയുന്ന ആ ഒരു ധ്രുവൻ, അങ്ങനെയുള്ള ഒരു ധ്രുവനെയാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കാണുന്നത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.